നഗരസഭാ മധ്യത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ രാത്രി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് മാലിന്യം തള്ളിയത്. റോഡിന്റെ വശത്തുകൂടിയുള്ള ഓടയിലേക്ക് ഒഴുകിയ മാലിന്യം ഓട കവിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് മാലിന്യം തള്ളിയത്. റോഡിന്റെ വശത്തുകൂടിയുള്ള ഓടയിലേക്കൊഴുകിയ മാലിന്യം ഓട കവിഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിദ്യാർത്ഥികളും കോടതി ജീവനക്കാരും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണിത്. സമീപത്ത് നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. CCTVയിൽ വാഹനം കണ്ടെത്താതിരിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു. ഈ നഗരമധ്യത്തിൽ ഒരു സ്ഥിരം പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരം മാലിന്യങ്ങൾ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് ഈ റോഡിൻ്റെ ഇരു സൈഡിലും കൊണ്ട് നിക്ഷേപിക്കുക. അതോടൊപ്പം തന്നെ ഇരു സ്ഥലങ്ങളിലുള്ള ബിൽഡിങ്ങുകളുടെ STP, ETP വേസ്റ്റുകൾ ഓട വഴി ഡ്രെയിനേജ് വഴി ഒഴുക്കി വിടുക. ഇങ്ങനെ ആകെ ഈ പ്രദേശം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ഇവിടെ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട്. നഗരസഭയുടെയും പോലീസിന്റെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഇവിടെയുള്ള വെള്ളം മൊത്തം പൊല്യൂട്ടഡാണ്. അവിടെ വായു വളരെ മലീമസമാണ്. ജനങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനെ പലതരത്തിൽ നമ്മൾ അധികാരികളെടുത്ത് പരാതിപ്പെട്ടിട്ടും ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു അന്വേഷണങ്ങളായിട്ട് നടപടിയായിട്ട് ഇന്ന് നാളെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ ജീവനക്കാരെത്തിയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.